നമ്മളിവിടെ 2031 ഗതാഗത രംഗം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു വിഷൻ ആണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ ഉരുത്തിരിയുന്ന ആശയങ്ങളെ വരും നാളുകളിൽ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ലോകത്ത് ഭരണം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. ഒരു മന്ത്രിസഭ അധികാരത്തിലിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തുടർന്നുകൊണ്ട് പോകുമ്പോഴാണ് അത് വലിയ വികസനത്തിലേക്കും വലിയ മാറ്റത്തിലേക്കും മുന്നോട്ട് പോകും. ഏതൊരു മന്ത്രിസഭയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഉദാഹരണം ഒന്നാം പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങൾ, തുടർച്ചയായ ഒരു ഭരണം ഉണ്ടായപ്പോൾ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് പല വികസന പ്രവർത്തനങ്ങളും തുടർന്നു പോയി. അങ്ങനെ തുടർന്നു പോയത് കൊണ്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏതാണ്ട് 600 കിലോമീറ്ററിലധികം നീളമുള്ള 6 വരി പാത, നാഷണൽ ഹൈവേയുടെ 6 വരി പാത സമ്പൂർണമായി സ്ഥലം ഏറ്റെടുത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. 6 വരി പാതയുടെ നിർമ്മാണം നല്ലൊരു ശതമാനം 400-450 കിലോമീറ്റർ ദൂരം ഡിസംബർ ജനുവരി മാസത്തോടെ പൂർത്തിയാവും. എങ്ങനെ പോയാലും അടുത്ത വർഷം 2026 ഡിസംബർ ആവുമ്പോഴേക്കും ദേശീയപാത കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെ തിരുവനന്തപുരം വരെ 6 വരി 7 വരി 8 വരിയായി പൂർത്തിയാവും. ഇത് ഗതാഗത രംഗത്തുണ്ടാക്കാൻ പോകുന്ന വലിയ ഒരു മാറ്റം, അത് നമ്മൾ മുന്നിൽ കാണണം. അപ്പൊ ഈ വിഷൻ ഇപ്പൊ നിങ്ങളെല്ലാം ചിന്തിക്കുക, എന്താണ് 2031 കുറിച്ച് സർക്കാർ ഇപ്പൊ ചർച്ച ചെയ്യുന്ന കാര്യം. 2031 എത്തുമ്പോൾ നമ്മൾ എവിടെ എത്തണം? ഗതാഗത വകുപ്പിൽ പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് പൊതുഗതാഗതവും മറ്റൊന്ന് ആളുകളെ പൊതുഗതാഗതത്തിന്റെ ഭാഗമായി എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ള സുരക്ഷിതമായി. മറ്റൊന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റാണ്. ഗതാഗത വകുപ്പിൽ വണ്ടികളുടെ രജിസ്ട്രേഷനിൽ തുടങ്ങി ലൈസൻസിങ്, അതുപോലെ സുരക്ഷിതമായ യാത്ര. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുരക്ഷിതമായ യാത്ര. ആ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലൈസൻസിങ് സമ്പ്രദായം, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു ഗുണനിലവാരം, വണ്ടികളുടെ രജിസ്ട്രേഷനിൽ ഉണ്ടാകുന്ന സുതാര്യത, നമ്പർ പ്ലേറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സുരക്ഷിതത്വം. ഇങ്ങനെ സുരക്ഷിതമായ യാത്ര 2 വശങ്ങളാണ് ഗതാഗത വകുപ്പിനുള്ളത്. ഒന്ന് പൊതുഗതാഗതവും ഒന്ന് യാത്രാ രംഗത്തെ സുരക്ഷിതമായ യാത്രയുമാണ്. 2031 എത്തുമ്പോൾ നമുക്ക് റോഡ് അപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാൻ കഴിയും, എത്ര റോഡ് അപകടത്തിലെ മരണങ്ങൾ കുറയ്ക്കാൻ കഴിയും എന്നതാണ് നമ്മൾ MED ലക്ഷ്യമിടുന്നത്. KSRTC പോലുള്ള പൊതുഗതാഗത സംവിധാനം എന്ന് പറയുമ്പോൾ KSRTC മാത്രമല്ല, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, പ്രൈവറ്റ് ബസ് ഉണ്ട്, ദീർഘദൂര സർവീസ് ഉണ്ട്, ടാക്സി ഉണ്ട്, ഓട്ടോറിക്ഷയുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ കീഴിൽ പൊതുഗതാഗതമാണ്. ഊബർ, ഇതെല്ലാം കാലത്തിൻ്റെ മാറ്റങ്ങളാണ്. ഈ ഓൺലൈൻ ടാക്സി, ഇതൊക്കെ ഇപ്പോഴും കേരളത്തിൽ അതിൻ്റെ പേരിലൊക്കെ അടിയും പിടിയും വഴക്കുമൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്ന മാറ്റങ്ങളല്ല. ഇപ്പം നമ്മൾ വീടുകളിൽ ഇരുന്നുകൊണ്ട് എന്ത് സാധനവും നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങാൻ കഴിയും. നമ്മൾ വീട്ടിൽ വന്ന് ബെല്ലടിച്ച് തന്നിട്ട് പോകും. അതും ദിവസങ്ങൾക്കുള്ളിൽ, ചിലതൊക്കെ മിനിറ്റുകൾക്കുള്ളിലും മണിക്കൂറുകൾക്കുള്ളിലും എത്തിച്ചു തരുന്ന സംവിധാനം മനുഷ്യന് കിട്ടുമ്പോൾ അതൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറയത്തില്ല. കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ കാലത്തിൽ വന്നിട്ടുള്ള ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റം, AI ടെക്നോളജിയുടെ കടന്നുവരവ്, ഇതൊക്കെ നമ്മുടെ വകുപ്പിൽ എങ്ങനെ ഉപയോഗിക്കാം, ആ ഉപയോഗം കൊണ്ട് ജനങ്ങൾക്ക് എങ്ങനെ സർവീസ് കൊടുക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ശ്രീ നാഗരാജു IPS നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി വന്നപ്പോൾ ഞങ്ങൾ നേരിട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും കൊടുക്കാൻ 10 മാസം 12 മാസം വരെ ഒരു തടസ്സം വന്നു. ഒരു ദിവസം അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സാർ ഇങ്ങനെ ഡിജിറ്റൽ ലൈസൻസ് കൊടുക്കാൻ വേണമെങ്കിൽ, അങ്ങനെ ഒരു ആശയമുണ്ട്, ആസാമിൽ കൊടുക്കുന്നതിനെ പറ്റി അവർ ആലോചിക്കുന്നതെന്ന് പറഞ്ഞു. ആ നിമിഷം ആ മീറ്റിങ്ങിൽ വെച്ച് ഞാൻ പറഞ്ഞു, നാഗരാജ് മുന്നോട്ട് പോവുക, നമ്മൾ ഡിജിറ്റൽ ലൈസൻസിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയാൻ അവിടെ വെച്ച്. എൻ്റെ ഓഫീസിൽ വെച്ച് ഇങ്ങനെ ഒരു കാഷ്വൽ ടോക്കിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഡിജിറ്റൽ ലൈസൻസിലേക്ക് മാറിയിരിക്കുന്നു. 1 മാസത്തിനുള്ളിൽ, പരമാവധി 1 മാസം എടുത്തു, 1 മാസത്തിനുള്ളിൽ നമ്മൾ ഡിജിറ്റൽ ലൈസൻസിലേക്ക് മാറി. കാരണം 10 മാസം RC ബുക്കുകൾ കിട്ടുന്നില്ല. ഇപ്പൊ RC ബുക്ക് ഡിജിറ്റലായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പുറത്ത് കാണുന്ന അക്ഷയയിലോ ഒരു സ്ഥാപനത്തിലോ പോയി പ്രിന്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ലൈസൻസ് കിട്ടിയാൽ നിങ്ങൾ അപ്പോഴേ പ്രിന്റ് ചെയ്തെടുക്കാം. അപ്പൊ വിഷൻ 2031 പോകുമ്പോൾ
സംഭവിക്കാൻ പോകുന്ന ഒരു ഉദാഹരണം പറയാം. ഇനി എല്ലാ RTO ഓഫീസിലെയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് നമ്മൾ ഒരു ഉദാഹരണം പറയണം. ശരി, എന്താണ് ഈ 2031 പറ്റി ഇവർ പറയുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ഉദാഹരണം പറയാം. 2031 അടുത്ത നടപടി എന്ന് പറയുന്നത് ഏതാണ്ട് 150 ടാബ് വാങ്ങുകയാണ്. എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലെയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കയ്യിൽ ഈ ലൈസൻസിങ് അതോറിറ്റിയാണ്, അവരുടെ കയ്യിലേക്ക് ഈ ടാബ് കൊടുക്കുകയാണ്. അപ്പൊ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു കുട്ടി ഡ്രൈവിംഗിൽ പാസ്സായി അല്ലെങ്കിൽ ഫെയിലായി. ഇപ്പോഴെന്താ ചെയ്യുന്നത്? ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ പോയിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റുമ്പോഴാണ് നമുക്ക് മെസ്സേജ് വരുന്നത്, നിങ്ങൾ പാസ്സായിരിക്കുന്നു എന്ന മെസ്സേജ് SMS വരും. ഇനി അങ്ങനെയല്ല, ആ സ്പോട്ടിൽ വെച്ച് തന്നെ പാസ്സായി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ട് വിട്ട് നിങ്ങൾ പുറത്തു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകും. അതാണ് 2031 മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ മൂവ് ചെയ്യണം. KSRTC എന്താണ് ചെയ്യുന്നത്? 2030 AI ടെക്നോളജി കടന്നു പോകുന്നു. നമ്മളിപ്പോൾ AI ടെക്നോളജി ആയിട്ട് നമ്മൾ ആകെ കാണുന്നത് മൊബൈൽ ഫോണിൽ ആരുടെ പടമായിട്ട് ചേർത്ത് വേണമെങ്കിലും നമുക്ക് പടം ഉണ്ടാക്കാം. ജെമിനിയിൽ കയറി ഇട്ട് കൊടുക്കുകയാണ്. AI ടെക്നോളജി നമ്മൾ കാണുന്നത് നമ്മുടെ ഫോട്ടോകളെ സുന്ദരമാക്കാൻ, നമ്മുടെ ഫോട്ടോകളെ അമിതാഭ് ബച്ചന്റെ ഷാരൂഖ് ഖാന്റെ കൂടെ നിർത്തി എന്നെ ഒന്ന് ഫോട്ടോ ആക്കി മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്യാനാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് രസകരമായി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ അപകടവും വരാൻ പോകുന്നുണ്ട്. പല കുടുംബങ്ങളും അടിച്ചു വീഴും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സ്ഥാനത്തിലൂടെ ഇത് AI ആണ് ജെമിനിയാണെന്ന് അറിയാതെ കുഴപ്പമുണ്ടാവും. അപ്പോൾ ട്രാൻസ്പോർട്ടിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? AI ടെക്നോളജി ഉപയോഗിച്ചൊരു സോഫ്റ്റ്വെയർ വരികയാണ്. KSRTC ബസ്സുകൾ എങ്ങനെ ഓടണം, എപ്പോഴോടണം, ഷെഡ്യൂളിംഗ്. ഞാൻ ഇന്ന് പത്തനാപുരത്ത് ഇങ്ങോട്ട് വരുമ്പോൾ വാളകത്തുനിന്ന് പുറപ്പെട്ട് കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പ് 8:45 മണിക്കും 8:10 ഗ്യാപ്പിൽ 15 മിനിറ്റ് ഗ്യാപ്പിൽ 6 ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരിയായി പോകണം. ആദ്യത്തെ 3 ബസ്സിൽ ആളുണ്ടായിരുന്നു, ബാക്കി പോയ 3 ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഇന്നലെ ഞാൻ പോകുമ്പോൾ കണ്ടത് ആയൂർ ഭാഗത്തേക്ക് വണ്ടി പോകുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. അതിൽ 3 പേരും 2 ഡ്രൈവറും കണ്ടക്ടറും 5 പേരുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വണ്ടി വരുന്നു 12:30 മണിക്ക്. ആ വണ്ടിയിൽ ഡ്രൈവറും കണ്ടക്ടറും അല്ലാതെ ആരുമില്ല. ഞാൻ അപ്പോൾ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ വിളിച്ചു, വണ്ടി കട്ട് ചെയ്യാൻ. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു സോഫ്റ്റ്വെയർ വരാൻ പോകണം. ആ സോഫ്റ്റ്വെയർ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ ട്രയൽ റൺ നടക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഫുൾ സ്വിങ്ങിൽ വരും. അതിനകത്ത് 24 hours AI പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ബസ്സാണ് ഇതുപോലെ വരിയായിട്ട് പോകുന്നത്, ഒന്നിൻ്റെ പുറകെ ഒന്നായി. നിങ്ങൾ തന്നെ പറയാറുണ്ട് പലപ്പോഴും, ആ ബസ് എന്താണെന്ന് ഉമ്മ അന്ന് നഷ്ടത്തിലാവുന്നത്, ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയില്ലേ. ഈ ബഞ്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ വേണം എന്ന് പല സ്ഥലത്തും അന്വേഷിച്ച് കിട്ടിയില്ല. ഒടുവിൽ ഈ ആഗ്രഹം എൻ്റെ മനസ്സിൽ മന്ത്രിയായിട്ട് വരുന്ന തുടങ്ങിയ ഒരു ആഗ്രഹം, അതിന് മുമ്പേ തുടങ്ങിയ ഒരു ആഗ്രഹമാണ്. ഇങ്ങനെ ചെയ്താൽ ഇതിന്റെ നഷ്ടം കുറയും, ഡെഡ് മൈലേജ് ഒഴിവായി കിട്ടും എന്ന്. അങ്ങനെ ഞാനിതൊരു പരസ്യം ചെയ്യാനായിട്ട് പ്രമോജ് ഒരു പരസ്യം ചെയ്തു. നമുക്ക് ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് വിദഗ്ധരായ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് വന്നു. അതിലൊരെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണ്. കാരണം വണ്ടി ഇപ്പൊ അങ്കമാലിയിൽ എത്തുമ്പോൾ MC റോഡ് വരുന്ന വണ്ടിയും NH വരുന്ന വണ്ടിയും ഒന്നിക്കും. അവിടെ പിന്നെ വരിയായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് തമ്മിൽ ഒന്നിക്കുമ്പോൾ വരിയായി പോകാതിരിക്കാൻ വേണ്ടി മൂവാറ്റുപുഴ ഭാഗത്ത് വരുന്ന ഒരു വണ്ടി 10 മിനിറ്റ് ലേറ്റായി വിട്ടാൽ മതി. എറണാകുളത്ത് വരുന്ന വണ്ടിയുടെ ഷെഡ്യൂൾ 5 മിനിറ്റ് മാറ്റിയാൽ ഇത് ക്ലാഷ് ആവാതെ പോകും. പിന്നെ ട്രാഫിക്കിൽ ഉണ്ടാകുന്ന കുരുക്കൾ അതുപോലും GPS വെച്ചുകൊണ്ട് ഈ AI ടെക്നോളജി വിലയിരുത്തും. ഒരു മാസം വണ്ടി ഓടിക്കഴിയുമ്പോൾ ഇന്ന സെക്ടറിൽ ടിക്കറ്റ് കൊടുക്കുന്നതിൽ ഇന്ന സ്ഥലം മുതൽ തിരുവല്ല മുതൽ കോട്ടയം വരെ കളക്ഷൻ കുറവാണ് ഉച്ച സമയത്ത്. അപ്പോൾ വണ്ടി ഒതുക്കിയിടാൻ പറയും. ദീർഘദൂര വണ്ടിയല്ല, ലോക്കൽ വണ്ടികൾ. അങ്ങനെ ഡെഡ് മൈലേജ് കുറച്ചാൽ KSRTCയുടെ ഇന്നുള്ള നഷ്ടം ഒറ്റ ദിവസം കൊണ്ട് ഇതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുക എന്ന് ചിന്തിക്കുക. ഒറ്റ ദിവസം കൊണ്ട്. അത് അഡ്വൈസ് ആണ് തരുന്നത്. അഡ്വൈസ് അനുസരിച്ച് മാറണം. ഷിഫ്റ്റ് ചെയ്താൽ, ഇതിലേക്ക് പൂർണ്ണമായി ഷിഫ്റ്റ് ചെയ്താൽ 40-45% KSRTCയുടെ നഷ്ടം ഒരൊറ്റ ദിവസം കൊണ്ട് കുറയും. ഇന്നുള്ള നഷ്ടം 45% എന്ന് പറയുന്നത് ചെറിയ സംഖ്യയല്ല. ഇവിടെ ശ്രീ നൂഹ് നടത്തിയ പ്രസന്റേഷനിൽ ഒരു കാര്യം പറയേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏണിങ്സ് പെർ കിലോമീറ്റർ നമ്മൾ KSRTC പറ്റി വളരെ ദയനീയമായിട്ടാണ് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കെടുകാര്യസ്ഥത കൊണ്ടും നമ്മൾ വാങ്ങിക്കൂട്ടിയതുമായ കടങ്ങൾ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് 2700 കോടി രൂപയുടെ കടം KSRTCക്കുണ്ട്. ഒരു ദിവസം KSRTC സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺസോർഷ്യത്തിന് അടച്ചു കൊടുക്കുന്നത് 1,19,00,000 രൂപയാണ് പലിശയും മുതലുമായിട്ട്. ഈ 2700 കോടിയുടെ പലിശയും മുതലുമായിട്ട് എല്ലാ ദിവസവും KSRTC അടയ്ക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാര്യം കാണിച്ചു. നമ്മൾ പറയാറുണ്ട് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലാണ്, തമിഴ്നാട് ലാഭത്തിലാണ്, ഇവിടെ എല്ലാം നശിച്ചു. ഇവിടെ ഒരു കാര്യമുണ്ട്, അവിടെ പെൻഷൻ ഇല്ല. ഇവിടെ പെൻഷൻ കൊടുത്തിരുന്നു, ഇപ്പൊ സർക്കാരാണ് കൊടുക്കുന്നത്, എന്നാൽ പോലും പെൻഷൻ KSRTC കൊടുത്തിരുന്നു. ശമ്പളം ഇവിടെ ഉള്ളത്രയും അവിടെ ഇല്ല. നമ്മുടെ ജീവനക്കാർ ഡ്യൂട്ടി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡ്യൂട്ടി അവർ ഇതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ചെയ്യാണ് ആന്ധ്രയിലും തമിഴ്നാട്ടിലും. എന്നിട്ടും അതും നഷ്ടമാണ്. ഇവിടെ കണ്ട ഒരു കണക്ക് വെച്ച് നോക്കിയാൽ
അതിന്റെ പേര് നാളെ രാവിലെ സമരം ചെയ്യേണ്ട ശമ്പള വർധനവിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു കണക്ക് പറയാണ്, ഏണിങ്സ് പെർ കിലോമീറ്റർ 49.88, 50 എന്നാണ് നൂറ് പറഞ്ഞത്. എഴുതി കാണിക്കുന്നത് അതാണ് 50 ആണ്, 48.88. ഈ 48.88 ആണ് കേരളത്തിലെ KSRTCയിലെ ഏണിങ്സ് പെർ കിലോമീറ്റർ. കർണാടകത്തിന്റെ 38, 40 താഴെയാണ്. തമിഴ്നാടിന്റെ 36 ആണ്. അപ്പൊ ആരാണ് മുന്നിൽ? നമ്മളാണ് മുന്നിൽ. പക്ഷേ നമ്മൾ ഇപ്പുറത്ത് ദുർവ്യയം ചെയ്യുകയാണ്, ആവശ്യമില്ലാതെ പണം കളയുകയാണ്. എല്ലാ ചോർച്ചയും നമ്മൾ ഇതിനകത്ത് ഒരു സാമ്പത്തിക ശാസ്ത്രമല്ല, മുറുക്കാൻ കടയുടെ സാമ്പത്തിക ശാസ്ത്രമേ ഉള്ളൂ. അതായത് വരവ് വർദ്ധിപ്പിക്കുകയും ചെലവ് കട്ടുകയും ചെയ്യുക. ഡീസലിന് ചെലവ് കുറയ്ക്കാൻ പറ്റൂല, ഒരു പരിധിക്കപ്പുറം കുറയ്ക്കാൻ പറ്റില്ല. ഈ ഡെഡ് മൈലേജ് ഒഴിവാക്കാം, അനാവശ്യമായി ജോലി ചെയ്യുക. നമ്മൾ പറയാൻ മനസ്സിലായി, നമ്മളെല്ലാം ജനങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു KSRTCയിലെ ഓഫീസിലെ ഒരു ക്ലറിക്കൽ സ്റ്റാഫിന് ഒരു ദിവസം 15 മിനിറ്റ് ചെയ്യാനുള്ള ജോലിയുള്ളൂ. കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞു, മിക്കവാറും ബസ് സ്റ്റേഷനിലെ കമ്പ്യൂട്ടറൈസേഷൻ വന്നു. ഞാനൊന്ന് പഠിക്കാൻ വേണ്ടി വിദഗ്ധരെയൊന്നും വെച്ചില്ല. മാനേജിംഗ് ഡയറക്ടറോട് CMDയോടും ഫൈനാൻസ് ഓഫീസർ ഷാജിയോടും ഞാൻ പറഞ്ഞു, ഒരു ഓഫീസിൽ പോയിരിക്കുക, അവിടുത്തെ സൂപ്പറിനോട് ചോദിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ ജോലി, ഒന്ന് കാണിച്ചു തരുമെന്ന് പറയുക. കമ്പ്യൂട്ടർ ഇരിക്കുകയല്ലേ മുമ്പിൽ. അവിടുത്തെ ക്ലർക്കിനോട് ചോദിക്കുക എന്താണ് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ജോലി, ഇന്ന് എന്തൊക്കെ ജോലി ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരും. ഞാൻ എന്നിട്ട് ഷാജിയോട് പറഞ്ഞു, ഷാജി എന്നൊന്ന് ചെയ്യുക ആ ജോലി. ചെയ്ത് നോക്കിയാൽ 15 മിനിറ്റുള്ള ജോലിയില്ല. പക്ഷെ അതേസമയം ടിക്കറ്റ് ആൻഡ് ക്യാഷ് കൊടുക്കുന്നിടത്ത് ഹെവി വർക്കാണ്, ഹെവി ആയിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മൾ പറയണം. മറുവശത്ത് രാത്രി ഡ്യൂട്ടി. ഈ ടിക്കറ്റ് ആൻഡ് ക്യാഷ് എടുക്കുന്ന ആരാണ്? വണ്ടിക്ക് രാവിലെ ഏർലി മോർണിംഗ് ടിക്കറ്റ് മെഷീൻ കൊടുക്കണം. രാത്രി ഓടി വരുന്ന വണ്ടികളെല്ലാം പണം ശേഖരിച്ച് വെച്ച് എണ്ണി വാങ്ങി വെക്കണം. പകല് പോകുന്ന വണ്ടി പിന്നെ വൈകിട്ടേ വരുള്ളൂ. അപ്പൊ ഏറ്റവും വലിയ ജോലി നടക്കുന്നത് ഈ ടിക്കറ്റ് ആൻഡ് ക്യാഷിൽ നൈറ്റ് ടൈമിലാണ്. രാത്രി ഒരു 11-12 മണിക്ക് ശേഷമാണ് വണ്ടികൾ പലതും റീച്ച് ചെയ്യുന്നത്. ഒരു 11 വന്നുകൊണ്ടിരിക്കും, ലാസ്റ്റ് ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു 10 മണിക്ക് ശേഷം ഇങ്ങോട്ട്. പിന്നെ നേരം എടുക്കാറാകുമ്പോഴത്തേക്ക് ലോങ് ഡിസ്റ്റൻസ് വണ്ടികളെല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പം ആ സമയത്താണ് ജോലി. ആ സമയത്ത് ജോലി ചെയ്യണം. ആ സമയത്ത് ജോലി ചെയ്യാൻ പറയുമ്പോൾ മെഡിക്കൽ ലീവ് എടുത്തിട്ട് പോകുന്ന ആൾക്കാർ ആ സമയത്ത് ജോലി ചെയ്യാൻ വയ്യ. ആ സമയത്ത് ടിക്കറ്റ്, ഞാൻ ഇവിടുന്ന് സ്ഥലം മാറി കോട്ടയത്ത് ചെന്നാൽ എനിക്ക് ടിക്കറ്റ് ആൻഡ് കാഷിൽ ജോലി തരുമോ എന്ന് വിചാരിച്ച് ഇവിടുന്ന് രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വയ്ക്കും. KSRTCയിൽ വളരെ ഉദാരമായി ആരോഗ്യക്കുറവുള്ളവർക്ക് ചെറിയ ജോലി മാറ്റി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിനൊരു അനുവാദം കൊടുത്തു. ആദ്യത്തെ മീറ്റിംഗ് കൂടി, എല്ലാവരും മനസ്സിലാക്കണം. 23,000 ജീവനക്കാരുള്ള KSRTCയിൽ 2,600 ആളുകൾ ആരോഗ്യമില്ല, അതിനാൽ ചെറിയ ജോലി തരണം എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം 10%, ഒരു ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നതിൽ 10%-ലധികം ആളുകൾ ആരോഗ്യമില്ല എന്ന നിലയിൽ ജോലി ചെയ്ത് മാറിയിരിക്കുക. ഇനി ആദ്യം ചെയ്യേണ്ടത് പോലീസ് ചെയ്യുന്ന കണക്ക് PSC വഴി അടിയന്തരമായി PSCക്ക് കത്തെഴുതണം. 2031 പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരം ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ PSCക്ക് കത്തെഴുതാൻ പോവാണ്. ഏറ്റവും ആരോഗ്യം കൂടി പരിശോധിച്ചതിന് ശേഷം ജോലിയിൽ പ്രവേശിപ്പിച്ചാൽ മതി. പോലീസിൽ അങ്ങനെയാണല്ലോ, പോലീസിൽ ഫിറ്റ്നസ് നോക്കും. ഫിറ്റ്നസ് നോക്കിയിട്ടേ പോലീസിൽ എടുക്കുള്ളൂ. ഫയർഫോഴ്സിൽ അങ്ങനെ എടുക്കുള്ളൂ. ഇവിടെ ഫിറ്റ്നസ് നോക്കേണ്ടിയിരിക്കുന്നത്, കാരണം വന്ന് ജോലിയിൽ കയറി 1 വർഷം പോലും കഴിയുന്നതിന് മുമ്പേ അൺഫിറ്റ് ആണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുക. എന്തിന്? മാനസിക രോഗമാണെന്നുള്ള ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വരെ ഹാജരാക്കുകയാണ് ആളുകൾ. ഇതൊക്കെ നമ്മുടെ കാലത്തിന് മാറേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഈ AI-യുടെ ഉപയോഗം. അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ച് ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഒരുപാട് ആൾക്കാരുടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് എന്നോട് പിണക്കം തോന്നണം. ഞാൻ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ മാസത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞ കണക്കനുസരിച്ച്, നോക്കിൻ്റെയിലുണ്ട കണക്ക്, കഴിഞ്ഞ വർഷത്തേക്കാൾ ആക്സിഡന്റിന്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും മരണസംഖ്യ ഈ കേരളത്തിൽ 278 മരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കുറവാണ് എന്നുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക്, അതിൽ പോലീസിനും അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങളാണ്. എൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഞാനിപ്പോൾ ഉദാഹരണം പറയാം. കഴിഞ്ഞ 2-3 ദിവസമായി ഭയങ്കര വിവാദമാണ്. മന്ത്രിയെ സുഖിപ്പിക്കാൻ ഒരു ചാനൽ എഴുതി കാണിക്കണം, മന്ത്രിയെ സന്തോഷിപ്പിക്കാൻ വണ്ടികളുടെ എയർ ഹോൺ അഴിക്കുന്നു. അവിടെ തന്നെ മണ്ടത്തരം. വണ്ടിയുടെ എയർ ഹോൺ അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലെ ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിന്റെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപ്പിലാക്കുന്നത്. വിധി നടപ്പിലാക്കുന്നത് കൃത്യമായി, കോടതി വിധി കൃത്യമായി നടപ്പിലാക്കണം എന്ന് മന്ത്രി പറഞ്ഞു. അതൊരു തെറ്റാണെങ്കിൽ എനിക്കതിൽ വിഷമമില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ ഒരു ഡ്രൈവിൽ ഇപ്പോൾ ചാനലുകൾ പറയുന്നു ആയിരക്കണക്കിന് എയർ ഹോണുകൾ അഴിച്ചു മാറ്റി. ഇവിടെ ഡോക്ടർമാർക്ക് ഇരിപ്പുണ്ടല്ലോ. ഈ എയർ ഹോൺ വെച്ച് ചെവിക്കകത്ത് കൊണ്ടുവച്ച് അടിക്കുന്നത് മനുഷ്യന് നല്ലതാണ്? മനുഷ്യന്റെ ആരോഗ്യത്തിന് നല്ലതാണോ? വണ്ടി ഓടിച്ച് മുമ്പിൽ പോകുന്ന ഒരാളെ പുറകിൽ വന്ന് വല്ലാത്ത ശബ്ദത്തിൽ ഹോൺ അടിച്ച് ഫ്രാൻറ്റിക്കായി സ്കൂട്ടറിൽ പോകുന്നതാണ് പതറി വണ്ടിയുടെ അടിയിൽ വീണ് മരിക്കാൻ അവസരം കൊടുക്കണം. ഇത് ഒഴിവാക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് നടപ്പിലാക്കാതിരുന്നാൽ മന്ത്രിയെ വിളിച്ചില്ലെങ്കിൽ പോലും ഉദ്യോഗസ്ഥരെ വിളിച്ച് കോടതി ശാസിക്കും. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പല കേസുകളിലും ഇപ്പൊ റെക്ലെസ് ഡ്രൈവിംഗ് ആണ്,
എറണാകുളത്തൊക്കെ നടക്കുന്ന മത്സര ഓട്ടങ്ങളെ പറ്റി കോടതി നേരിട്ട് വിളിച്ചിരിക്കുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷനെയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുമാണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് അങ്ങനെ കോടതി ഉത്തരവ് കണ്ടിട്ട് മിണ്ടായിരിക്കാൻ പറ്റില്ല ഒരു അധികാരത്തിരിക്കുന്ന ഒരു സർക്കാരിന്. ഇത് ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? ഡ്രൈവിംഗ് സ്കൂളുകളോട് പറഞ്ഞു നല്ല വണ്ടി വാങ്ങും. പക്ഷെ ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൂടെയൊക്കെ പോകുമ്പോൾ പഴയ ഡ്രൈവിംഗ് സ്കൂളിൻ്റെയൊക്കെ വണ്ടികൾ സ്വിഫ്റ്റ് വണ്ടിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. മാരുതി സ്വിഫ്റ്റിലേക്കൊക്കെ പലരും മാറിയിരിക്കുകയാണ്. അത് കാണുമ്പോൾ സന്തോഷം തോന്നി. കാരണം ഈ നല്ല വണ്ടികൾ വാങ്ങി നല്ല നിലയിൽ പഠിപ്പിക്കണമെന്നൊരു ചിന്ത വന്നു. KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. 10 മാസം കൊണ്ട് KSRTCയുടെ 18 ഡ്രൈവിംഗ് സ്കൂളുകളിലെ ലാഭം 2.5 കോടി രൂപയാണ്. 2.5 കോടി രൂപ. അപ്പൊ എന്താണ്? പുതിയ വണ്ടി, പുതിയ ബൈക്ക്, പുതിയ സിമുലേറ്റർ എല്ലാം ഉണ്ട്. KSRTCയുടെ 24 ഡ്രൈവിംഗ് സ്കൂളുകളിലേക്ക് മാറുകയാണ്. എല്ലാ MLA-മാരും കത്ത് തരികയാണ്. തിരുവല്ല MLA അടക്കം കത്ത് തന്നിട്ടുണ്ട്. അവരുടെ മണ്ഡലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടാണ്. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ ദിവസം അവിടുത്തെ MLA ഉദ്ഘാടനം ചെയ്തു KSRTC ഡ്രൈവിംഗ് സ്കൂൾ. അപ്പൊ ഇതെന്താ നല്ല ലൈസൻസ്. ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവരോട് പറയാണ്, നിങ്ങൾ പഠിപ്പിക്കൂ, നന്നായി പഠിപ്പിക്കൂ, നല്ല ലൈസൻസ്. പ്രത്യേകിച്ച് ഈ 6 വരി പാത വരുമ്പോൾ ലൈൻ ട്രാഫിക് പഠിപ്പിച്ച് തന്നെ വിടണം. എല്ലാവരും വളരെ സ്ലോയിൽ പോകുന്ന ആളും വലത്തേരത്തൂടെ കയറി പോവുകയാണ്. ഇവരിങ്ങനെ പോയിക്കൊണ്ട് അപകടം ഉണ്ടാക്കുകയാണ്. ലോകത്തൊരു രാജ്യത്തും ഇപ്പൊ ഇന്ത്യയിലും വരും. നിങ്ങൾ പേടിക്കണ്ട, സ്കൂട്ടറുകളൊന്നും ഹൈവേയിൽ കയറണ്ട എന്നൊരു ഉത്തരവ് ഉടൻ വരും ഇന്ത്യ ഗവൺമെന്റിന്റെ. കാരണം ബൈക്കൊക്കെ ഫ്രണ്ട് റൈറ്റ് സൈഡിൽ പിടിച്ച് അങ്ങനെ പോവുകയാണ്. ലോറിക്ക് ആ സമയമില്ല, ബസ്സിന് ആരും സൈഡ് കൊടുക്കില്ല, എല്ലാവരും റൈറ്റ് ട്രാക്ക് പിടിക്കുകയാണ്. ഈ റൈറ്റ് ട്രാക്കിലൂടെ ഓടിച്ചു പോകാൻ പാടില്ല എന്ന്, അത് ഓവർടേക്ക് ചെയ്യാനുള്ളതാണെന്നും അത് സ്പീഡിൽ പോകുന്നവർക്കുള്ളതാണെന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ തയ്യാറാണ്. അല്ലെങ്കിൽ ഈ 6 വരി പാത തീരുന്നുകൂടി ഈ മരണസംഖ്യയൊക്കെ വല്ലാതെ പോയിരും. കാരണം ഹൈവേയിൽ വണ്ടി ഓടിക്കാൻ നമ്മുടെ ഡ്രൈവർമാർക്ക് അറിയില്ല എന്നൊരു സ്ഥിതി വരും. പിന്നെ നേരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചില്ലെങ്കിൽ റോഡിൽ കുരുക്കാണ്. കാരണം ആദ്യം മുമ്പേ പോകുന്ന ആൾ ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ തപ്പി പോകും. പുറകെ വരുന്നവരെല്ലാം ഘോഷയാത്ര പോലെ കിടന്നുപോകും. ഈ കുരുക്കെന്ന് പറയുന്ന, ഗതാഗത കുരുക്കെന്ന് പറയുന്ന വലിയൊരു പ്രശ്നമാണ്. കാലടിയിൽ പോയാൽ 1.5 മണിക്കൂർ കിടക്കണം. ഇടപ്പള്ളിയിൽ പോയാൽ 1 മണിക്കൂറുകളിൽ കിടക്കാം. ഇപ്പൊ അതങ്ങ് മാറി, ഒറ്റയടിക്ക് ഒഴിവാക്കി. ഇപ്പൊ വൈറ്റിലേക്ക് 1.5 കോടി അനുവദിച്ചു. വൈറ്റിലേക്ക് കുരു കഴിക്കാൻ പോവുകയാണ്. 1.5 കോടി റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണം അനുവദിച്ചിട്ടുണ്ട്. വൈറ്റ് കാലടിക്ക് 1.5 കോടി രൂപ ചോദിച്ചിരിക്കുകയാണ്. അത് കൊടുക്കണം. അതിന്റെ എസ്റ്റിമേറ്റ് വന്നില്ല. കുരുക്കഴിക്കുകയാണ്. പെരുമ്പാവൂരിൽ നിന്നും ഒരു ആശയമായത്. അപ്പൊ RTO ഉദ്യോഗസ്ഥരെയും ഈ ആശയം കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാളെയും കൂട്ടിവിട്ടു കഴിഞ്ഞ ദിവസം. നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ടൊരു തീരുമാനം എടുത്തിട്ട് എന്റെ മുന്നിലേക്ക് ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാണ് വിട്ടേക്കുന്നത്. അതാ നോക്കിക്കഴിഞ്ഞാൽ പല കുറ്റങ്ങൾ ഇത് നടക്കത്തില്ല. നിങ്ങളിൽ പലരും പല ആശയങ്ങളും പറയും. ഞാൻ ഈ യോഗത്തിൽ വെച്ച് പറയുകയാണ്, ഇവിടെ ഉരുത്തിരിയുന്ന ആശയങ്ങൾ നിങ്ങൾ പറയുമ്പം അത് നടക്കത്തില്ല എന്ന് പറയാനല്ല, ഞാനും എന്നോടുള്ള ഉദ്യോഗസ്ഥന്മാരോട് വന്നിരിക്കുന്നത് എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ പറയുന്ന ആശയങ്ങൾ വളരെ നല്ല ആശയങ്ങളായിരുന്നു. ആ ആശയങ്ങൾ നടത്തുക എന്ന ലക്ഷ്യമാണ് ഗവൺമെന്റിനുള്ളത്. എങ്കിൽ മാത്രമേ വിഷൻ 2031 നമ്മൾ പോകുള്ളൂ. അല്ലാതെ ഇവിടെ കിടന്ന് കറങ്ങാനേ പോകും. മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. ആ മാറ്റങ്ങൾ നാടിന് വേണ്ടതാണ്. അത് പറയുമ്പോൾ അതിനെ എതിർക്കുകയല്ല വേണ്ടത്, അതിനോടൊപ്പം നിന്നുകൊണ്ട്. കാരണം നമ്മുടെ റോഡെന്ന് പറയുന്നത് അപകടം പിടിച്ചതിലാണ്. രോഗം വന്ന് മരിക്കുന്നതിനെ കൂടുതൽ ആളുകൾ റോഡ് അപകടത്തിൽ മരിക്കുന്ന ഒരു നാടായി നമ്മൾ മാറി. അതിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകണം. ആ രംഗത്ത് നമുക്ക് വളരണം. അതുപോലെ തന്നെ നമ്മൾ ഏതാണ്ട് അടച്ചുപോയൊരു സ്ഥാപനമാണ് KTDFC. കഴിഞ്ഞ 1 വർഷം കൊണ്ട് KTDFC കൊടുക്കാനുള്ള കടം മുഴുവൻ, കോടിക്കണക്കിനുള്ള കടം കൊടുത്തു തീർത്തു. കോടിക്കണക്കിനുള്ള കടം കൊടുത്തു തീർത്തു. സർക്കാരിന്റെ നേട്ടം. സർക്കാർ ആവശ്യമുള്ള പണം അനുവദിച്ചു കൊടുത്ത് സീനിയർ സിറ്റിസന്റെ മെച്ചുറായ പൈസ പോലും കൊടുക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങിയ വകുപ്പാണ്. നമ്മളെ MD ഇവിടെ ഇരിപ്പുണ്ട് KTDFCയുടെ. അത് കൊടുത്തു തീർക്കാനും അതിനെ റെഗുലറൈസ് ചെയ്യാൻ നമുക്ക് കഴിയും. ഞാൻ തിരുവല്ലയിൽ നിൽക്കുന്ന ഒരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ തൽക്കാലം ചുരുക്കുന്നു. ചർച്ചകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കൺക്ലൂഷൻ ഞാൻ അക്കാര്യങ്ങളിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒരു മറുപടി പറയും. അല്ലാതെ നിങ്ങൾ വന്ന് അഭിപ്രായം പറഞ്ഞു വെച്ച് ഈ കേട്ടോണ്ട് പോകുന്ന പരിപാടി, ഇങ്ങനെ അങ്ങോട്ട് തോക്ക് വെച്ച് ഇങ്ങനെ വെടിവെക്കുക, ഇങ്ങോട്ടുള്ള വെടിയൊന്നും വാങ്ങാതിരിക്കും. ഇത്രയും ആളിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുമായി തന്നെ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യത്തിന് ഏത് ഉത്തരവും പറഞ്ഞു തരാൻ ഞാനൊരു ഗുസ്തിക്ക് തയ്യാറായിട്ടാണ്. പക്ഷേ ഇത്രയും ആളുകളോട് നമുക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റത്തില്ല. ഒരു 10, 20, 25 പേരാണെങ്കിൽ നമുക്ക് ഒരു 50 പേര് വരെ നോക്കാം. പക്ഷേ ഇത്രയധികം ആളുകൾ വന്നു ചേർന്നതിൽ സന്തോഷമുണ്ട്. ഡെലിഗേറ്റ്സായി വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. KSRTCയുടെ തിരുവല്ല ഡിപ്പോയിൽ തിരുവല്ലയുടെ ചരിത്ര സ്മാരകം എന്ന നിലയിൽ ചരിത്രപരമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന, ഇതിൽ തിരുവല്ലയുടെ ചരിത്രം എഴുതി ചേർക്കുന്ന ഒരു മ്യൂസിയത്തിന് സമാനമായ ഒരു സംഭവം തുടങ്ങാൻ വേണ്ടി തിരുവല്ലക്കാരനായ സിനിമാ സംവിധായകൻ, പ്രശസ്ത സംവിധായകൻ ബ്ലസ്സി
MG സോമൻ ഫൗണ്ടേഷന്റെ പേരിൽ ഒരു പ്രപ്പോസൽ തന്നിട്ടുണ്ട്. ആ പ്രപ്പോസൽ സർക്കാർ അംഗീകരിക്കുന്നു. KSRC ബസ് സ്റ്റേഷനിൽ തിരുവല്ലയുടെ സാംസ്കാരികമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മ്യൂസിയം തുടങ്ങാനായി സൗകര്യം നൽകാനായിട്ട് തിരുവല്ലക്കാരിയായ MDക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ തമ്മിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ 8ാമത്തെ നിലയിൽ തിയേറ്റർ പണിയാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു കൾച്ചറൽ സെൻറ്ററും ഒരു തിയേറ്ററും അതുകൂടി നടത്തുവാൻ ഒരു പ്രപ്പോസൽ അവർ തരാമെന്ന് പറയുന്നുണ്ട്. അതും കൂടി MD പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ തിരുവല്ലയിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ തിരുവല്ലയിൽ വ്യത്യസ്തമായ ആ ബസ് സ്റ്റേഷൻ ഒരു ബസ് വന്ന് കയറാൻ പോകുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു മുട്ടായിയോ ബിസ്ക്കറ്റോ വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലം എന്നതിനപ്പുറത്തേക്ക് ഇത്രയും വലിയൊരു ബിൽഡിംഗ് തിരുവല്ലയുടെ ഹൃദയഭാഗത്ത് നിൽക്കുമ്പോൾ അത് തിരുവല്ലയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകണം എന്നൊരാഗ്രഹം, ആ പ്രപ്പോസൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് ഇനി നമുക്ക് ചർച്ചകളിലേക്ക് കടക്കാം. ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം നമ്മൾ പല ചർച്ചകളിലേക്ക് വരികയും ആ ചർച്ചയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ ഒടുവിൽ ഇവിടെ നമ്മളൊരു മറുപടിയായി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വന്ന എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത് നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.